ഇന്ന് നമുക്ക് 2024 റിലീസായ തണുപ്പ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു കഥയാണ്. ഈ കഥയുടെ ക്ലൈമാക്സ് ഉറപ്പായും മനസ്സിനെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പ്രതീഷും തെരേസയും വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ചവരാണ്. പ്രതീഷിന്റെ വീട്ടിൽ തെരേസയുടെ മതമാണ് പ്രശ്നം. തെരേസയുടെ വീട്ടിൽ പ്രതീഷിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് പ്രശ്നം. ഇവർ രണ്ടാളും രജിസ്റ്റർ മാരേജ് ചെയ്ത് മറ്റൊരു നാട്ടിലേക്ക് വരും. വന്ന ഉടനെ തന്നെ ഇരുവരുടെയും പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ടാകുന്നു. പകൽ സമയത്ത് ഇവർ നോർമലായിരിക്കും. രാത്രി സമയം ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ആ നാട്ടിലെ കാടിനുള്ളിലേക്ക് പോകുന്നു. അതിനു പിന്നിലെ കാരണം എന്താണ് എന്നാണ് മുഴുവൻ കഥയും. ഈ ഒരു സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ എന്നോ ഒരു ഹാർട്ട് ടച്ചിങ് മൂവി എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാക്കുന്നതാണ്. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കിലൂടെ അറിയിക്കാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ പ്രതീഷിനെയും നായികയെ തെരേസയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. എന്നാൽ രണ്ടു വീട്ടുകാർക്കും നല്ല എതിർപ്പായതിനാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ച് രണ്ടുപേരും വട്ടക്കയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നിൽക്കുന്ന ഇവരെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ബ്രോക്കർ എത്തും. ഒരു വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഇവർക്ക് താമസം ഒരുക്കിയിരിക്കുന്നതും, അതും വാടകയ്ക്ക്. എന്നാൽ പ്രതീഷിനും തെരേസയ്ക്കും ആ വീട് അത്ര ഇഷ്ടമായതേയില്ല. എന്തെന്നാൽ അവിടെ മുഴുവനും സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. മാത്രമല്ല ഒരുപാട് ചപ്പുചവറുകളും ഉണ്ടായിരുന്നു. അത് കണ്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന പ്രതീഷിനോട് വീടൊക്കെ ഇഷ്ടമായോ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ ഇഷ്ടമായില്ല, കുറച്ചുകൂടി സൗകര്യമുള്ള വീടായിരുന്നെങ്കിൽ നല്ലതായിരുന്നുവെന്ന് പ്രതീക്ഷ പറയുമ്പോൾ, നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത വീട് ഇതേ ഉള്ളൂ. ഇത് മുൻപ് ഒരു തമിഴ് ഫാമിലിയാ താമസിച്ചിരുന്നത്. 2 മാസത്തെ വാടക തരാനുണ്ട്. വാടക തരാതെ രണ്ടും കൂടി മുങ്ങിയിരിക്കുക. രണ്ടിനെയും എന്റെ കൈ കിട്ടട്ടെ, അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ബ്രോക്കർ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ബ്രോക്കർ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിതേ വീടിന്റെ പുറകിൽ കൊണ്ടുവന്ന് കളഞ്ഞാൽ മതി. അത് കേട്ട പ്രതീക്ഷാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബ്രോക്കർ പറയുന്നത് ഉണ്ട്, കാടിന് കുറച്ച് ഉള്ളിലേക്ക് പോകണം, അവിടെ അപകടം നിറഞ്ഞതാണെന്നും ബ്രോക്കർ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ ബ്രോക്കറിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോള് വന്നതിനാൽ ബ്രോക്കർ പുറത്തേക്ക് പോയി. പ്രതീഷിനും തെരേസയ്ക്കും വീടത്ര ഇഷ്ടമാകാതിരിക്കുകയാണ്. എങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്യുവാനായി തീരുമാനിച്ചു. അതേസമയം തന്നെ പ്രതീഷിന്റെ കൂട്ടുകാരനായ സന്തോഷ് വിളിച്ചിട്ട്, നിനക്ക് വീടൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായില്ല, പക്ഷേ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, അതല്ലേ പറ്റുമെന്നും പ്രതീഷ് പറയുന്നു. ഈ സന്തോഷ് പ്രതീഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സിനിമാ സെറ്റിൽ ടെക്നീഷ്യനായിട്ടാണ് സന്തോഷ് ജോലി ചെയ്യുന്നതും. മാത്രമല്ല പ്രതീഷിനും ഭാര്യയ്ക്കും വട്ടക്കയത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് സന്തോഷായിരുന്നു. സന്തോഷ് പ്രതീഷിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ പ്രകാശ് ചേട്ടൻ വിളിച്ചിരുന്നു, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ലടാ വിളിച്ചില്ല, കുറച്ചു കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കണമെന്നും പ്രതീഷ് പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഭാര്യയും ഭർത്താവും ചേർന്ന് ആ വീടൊക്കെ വൃത്തിയാക്കും. റോഡ് സൈഡിലാണല്ലോ ഇവരുടെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടിലൂടെ ഓടുന്ന അവസാനത്തെ ബസ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് ഈ വീടിന് മുന്നിലാണ്. എന്നിട്ട് ആ ബസ്സിനകത്തിരുന്ന് മദ്യപിക്കുകയാണ് ബസ്സിൽ ജോലി ചെയ്യുന്നവർ. അപ്പോൾ അതിലൊരാൾ സംസാരിക്കുന്നുണ്ട്, എടാ ഈ നാട്ടിലേക്ക് പുതുതായി 2 പേര് വന്നല്ലോ, അവരാരാ എന്നൊക്കെ തിരക്കുന്ന സമയത്ത്, എന്തോ അറിയത്തില്ല, ആ പ്രകാശനൻ കൊണ്ടുവന്നതാ, അയാൾക്ക് പരിചയമുള്ളതാണെന്നാ തോന്നുന്നത്. പ്രകാശനൊപ്പം അതിലാ പയ്യൻ ജോലിക്ക് പോകുവാനായി തീരുമാനിച്ചതെന്നും ആ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നു. എന്നാൽ മറ്റൊരാൾ ചോദിക്കുന്നത്, അവനൊപ്പം ഒരു പെണ്ണുണ്ടല്ലോ, അതാരാ? അപ്പോൾ ഒരാൾ പറയും, അതവന്റെ വൈഫാ, കാണാനൊക്കെ എങ്ങനെയാടാ എന്നൊക്കെ ഇവർ അവളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ പ്രകാശ് അവരുടെ വീട്ടിലേക്ക് വരുന്നു. പ്രകാശിനെ കണ്ട പ്രതീക്ഷാണെങ്കിൽ പ്രകാശിനെ അകത്തേക്ക് ക്ഷണിക്കും. പക്ഷെ കയറുവാനായിട്ട് പ്രകാശ് കൂട്ടാക്കിയില്ല. എന്നിട്ട് പ്രകാശ് പറയുന്നുണ്ട്, ഞാനേ ഈ സമയത്ത് വന്നത് വേറൊന്നും കൊണ്ടല്ല, സ്കൂളിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതാ ഇത്രയും ലേറ്റായി പോയതെന്നും തെരേസയെ നോക്കി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ ഓക്കെ ആണല്ലോ, നിങ്ങൾക്കുള്ള ഗ്യാസ് സ്റ്റവും എല്ലാം ഞാൻ നാളെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പ്രകാശ് അവിടെ നിന്ന് പോകുന്നതും. പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നാളെ രാവിലെ 8 മണിക്ക് റെഡിയായി നിൽക്കുവാനായും പ്രതീഷിനോട് പറഞ്ഞിട്ടാണ് പോകുന്നതും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകുവാനായിട്ട് റെഡിയാവുകയാണ് പ്രതീഷ്. എന്നാൽ അതേസമയം തന്നെ തെരേസയാണെങ്കിൽ ജനൽ വഴി താഴേക്ക് നോക്കി നിന്ന് കരയുന്നു. താഴെ ഒരു ഡോഗിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനെ കണ്ടിട്ടാണ് അവൾ കരയുന്നതും. അടുത്തു വന്ന പ്രതീഷാണെങ്കിൽ, പോട്ടെ സാരമില്ല, എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ഇവർക്ക് മുൻപ് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നതേയില്ല. പറഞ്ഞ സമയം തന്നെ പ്രതീഷിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് പ്രകാശ് എത്തുകയാണ്. പ്രതീഷ് തന്റെ ഭാര്യയോട് യാത്രയും പറഞ്ഞ് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് പ്രകാശ് ചോദിക്കുന്നുണ്ട്, തെരേസയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാകില്ലേ? എന്നാൽ പ്രതീഷ് പറയുന്നത്, ഇല്ല, എന്റെ വൈഫിനെ
ഒറ്റയ്ക്കിരിക്കുന്നതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവളത് ശീലിച്ചെന്നും പ്രതീക്ഷ പറയുന്നു. അത് കേട്ട് പ്രകാശ് പറയുന്നത്, അയ്യോ, എനിക്കങ്ങനെ ഒറ്റയ്ക്കിരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രതീക്ഷ ആണെങ്കിൽ ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുവെന്ന് കള്ളം പറഞ്ഞ് അകത്തേക്ക് വന്ന് തന്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം പ്രകാശിനോട് ആ ഒരു നാട്ടിലെ ക്ലൈമറ്റിനെ പറ്റിയൊക്കെ പ്രതീക്ഷ തിരക്കുന്നുമുണ്ട്. പ്രതീഷ് നന്നായിട്ട് ചിത്രം വരയ്ക്കും. പ്രകാശും ഒരു ആർട്ടിസ്റ്റാണ്. പ്രകാശിന്റെ ജോലി എന്തെന്നാൽ ചുവരിലൊക്കെ പരസ്യ ചിത്രങ്ങളൊക്കെ വരയ്ക്കുക, അതാണ് അയാളുടെ ജോലി. അതുകൊണ്ട് തന്നെ നന്നായി പടം വരയ്ക്കുന്ന പ്രതീഷിനെയും തന്റെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ രണ്ടുപേരും അവരുടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കവേ തന്നെ പ്രകാശാണെങ്കിൽ സിഗരറ്റ് വലിക്കുവാനായും തുടങ്ങി. നിനക്ക് വേണോ എന്ന് പ്രതീഷിനോട് ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ട, ഞാൻ സിനിമയിൽ ജോലി ആരംഭിച്ച സമയത്ത് നിർത്തിയതാ, പിന്നെ ഞാനത് തൊട്ടിട്ടേ ഇല്ലെന്നും പറയുന്നു. അത് കേട്ട പ്രകാശാണെങ്കിൽ, നിനക്ക് സിനിമയിൽ ജോലി ഉണ്ടായിരുന്നോ, പിന്നെ എന്താ അത് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, അതെനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചുവെന്നും അവൻ പറയുന്നു. അതേസമയം തന്നെ തെരേസയുടെ കോൾ പ്രതീഷിന് വരികയാണ്. അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് ഫുഡ് വാങ്ങുവാനായിട്ട് ഇറങ്ങിയതാണ് തെരേസ. അപ്പോൾ പ്രതീഷ് പറയുന്നുണ്ട്, നീ ഫുഡൊക്കെ വാങ്ങിയിട്ട് സേഫായി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. കടക്കാരൻ തെരേസയെ കണ്ടിട്ട്, ഇവിടെ അങ്ങ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കേട്ട തെരേസയാണെങ്കിൽ, ഞങ്ങളിവിടെ ആദ്യമായിട്ട് താമസിക്കുവാനായി എത്തിയതാ, ഇന്നലെ വന്നതേയുള്ളൂ എന്ന് പറയും. എവിടെന്നാ വരുന്നത്, പേരെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ കൊച്ചിയിൽ നിന്നാ വരുന്നത്, എന്റെ പേര് തെരേസ എന്ന് പറഞ്ഞിട്ട് അവൾ ഫുഡും വാങ്ങി റൂമിലേക്ക് പോകുന്നു. അന്നേ ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പ്രകാശാണ് പ്രതീഷിനെ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കിയതും. അപ്പോൾ പ്രതീഷ് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇവിടെ അടുത്ത് എവിടെ ആറുള്ളത്? അപ്പോൾ പ്രകാശ് പറയും, ദേ ഈ കാടിനങ്ങ് അകത്തേക്ക് കയറി പോകണം, കുറച്ച് അപകടം നിറഞ്ഞതാ, ഒരുപാട് നടക്കാനുണ്ടെന്നും പ്രകാശ് പറഞ്ഞു. എന്നിട്ട് പ്രകാശിനോട് ഓക്കെ പറഞ്ഞ് പ്രതീഷാണെങ്കിൽ നേരെ പോകുന്നത് ആ കാടിനുള്ളിലൂടെയുള്ള ആറ് കണ്ടുപിടിക്കുവാനായിട്ടായിരുന്നു. പ്രതീഷ് കുറെ ദൂരം നടന്ന് അവസാനം ആറിനടുത്തെത്തി. അവിടെ ഇരുന്നൊരാളാണെങ്കിൽ മീൻ പിടിക്കുകയാണ്. അയാളോട് പ്രതീഷ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇവിടെ നല്ല ആഴമുണ്ടോ? അപ്പോൾ അത് കേട്ട് അയാൾ പറയുന്നത്, പിന്നെ നല്ല ആഴമുണ്ട്, ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല. നിനക്ക് നീന്തൽ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല. അപ്പോൾ അയാൾ പറയുന്നത്, എന്നാൽ കുറച്ചൊന്ന് മാറുന്നില്ലേ, കാലി തെന്നിയെന്നും ഇതിനകത്തേക്ക് വീഴണ്ട, പിന്നെ നാട്ടുകാർക്ക് പണിയാകുമെന്നും അയാൾ പറയുന്നു. എന്നാൽ പ്രതീക്ഷാണെങ്കിൽ അവിടെ നിന്ന് പോകുവാനായി കൂട്ടാക്കിയില്ല. അവിടെ നിന്നും കുറെ ദൂരം മുന്നോട്ട് നടന്നിട്ട് ആ ഒരു ആറിന്റെ ശാന്തമായ സ്ഥലം കണ്ടെത്തിയിട്ടാണ് അവൻ നേരെ വീട്ടിലേക്ക് വരുന്നതും. പ്രതീഷ് തെരേസയോട് പറയും, ഇന്നേ ഞാനൊരു സ്ഥലത്ത് പോയി, ആ സ്ഥലം നമ്മുടെ പ്ലാനിന് പെർഫെക്റ്റ് ആണ്, കുറച്ചുനാൾ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാമെന്നും പറയുന്നു. ഇവർ രണ്ടുപേരും ആ ഒരു നാട്ടിലേക്ക് എത്തിയത് മറ്റെന്തോ പ്ലാനുമായിട്ടാണ്. അതെന്താണെന്ന് വഴിയെ മനസ്സിലാകും. എന്നാൽ മറ്റൊരു വശത്ത് ഉറങ്ങാനായി കിടന്ന പ്രകാശാണെങ്കിൽ തന്റെ ഭാര്യയോട് ഒരു കാര്യം പറയുന്നു. ഇന്ന് എന്നോടൊപ്പം ജോലിക്ക് വന്ന ആ ഒരു പയ്യനുണ്ടല്ലോ പ്രതീഷ്, അവന് എനിക്ക് എന്തോ സംശയം പോലെ, അവൻ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അപ്പോൾ അത് കേട്ട് ഭാര്യ പറയുന്നത്, അതോ പുതുതായിട്ടൊരു സ്ഥലത്ത് വന്നതല്ലേ, അതിന്റെ ചെറിയ പ്രശ്നങ്ങൾ കാണും, അതായിരിക്കുമെന്ന് പറയുന്നു. എന്നാൽ പ്രകാശ് പറയുന്നത്, അതല്ല, അവൻ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് അവനെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാ തോന്നുന്നതെന്ന് പ്രകാശ് പറയുന്നു. എന്നാൽ അതേ രാത്രി തന്നെ ആ നാട് മുഴുവൻ ഉറങ്ങിയ സമയം നോക്കി പ്രതീഷും തെരേസയും ഉറക്കമുണരുകയാണ്. എന്നിട്ട് പ്രതീഷ് ആണെങ്കിൽ തെരേസയോട് പറയുന്നുണ്ട്, നീ ഇവിടെ സേഫ് ആയിട്ടിരിക്കെ, ഞാൻ പോയി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പ്രതീഷ് അവിടെ നിന്നും ഇറങ്ങുന്നതും. എന്നിട്ട് നേരെ പോകുന്നത് രാവിലെ പോയി അവനൊരു സ്ഥലം നോക്കി വെച്ചല്ലോ, അതേ ആറിനടുത്തേക്കായിരുന്നു. എന്നിട്ട് അവൻ ആറിനടുത്തെത്തിയിട്ട് ഒരു വലിയ കമ്പെടുത്തിട്ട് ആ ആറിലിറങ്ങി അവിടുത്തെ ആഴമെല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ആറിലെ ആഴമെല്ലാം ചെക്ക് ചെയ്തിട്ട് കരയിലേക്ക് കയറിയ പ്രതീഷാണെങ്കിൽ അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അടുത്ത് കിടക്കുന്ന കരിയിലെയും ചപ്പുചവറുകളും എല്ലാം കൊണ്ടുവന്ന് അവിടെ കൂട്ടിയിട്ട് നിരത്തിയിട്ടിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നതും. അടുത്ത ദിവസവും എന്നത്തെയും പോലെ തന്നെ പ്രകാശിനൊപ്പം പ്രതീഷ് ജോലിക്കും പോയി. അവിടുത്തെ നാട്ടുകാരുമായൊക്കെ നല്ല കൂട്ടാവുകയാണ് പ്രതീഷ്. അന്നേ ദിവസം രാത്രിയും എല്ലാവരും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും കാത്തിരുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ആ നാട് മുഴുവൻ ശാന്തമായി എന്ന് ഉറപ്പുവരുത്തിയ സമയം പ്രതീഷും തെരേസയും കൂടി എഴുന്നേൽക്കുകയാണ്. തെരേസയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ബാ സമയമായി, നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് തെരേസയും കൂട്ടി കാടിനുള്ളിലേക്ക് പോകുവാനായിട്ടും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ തെരേസ പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് പേടിയാകുന്നു, നമുക്കിത് വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് തയ്യാറാകുന്നത്. ആ നാട്ടിൽ
നാട്ടിലെ അവസാനത്തെ ബസ് ഒതുക്കുന്നത് ഇവരുടെ വീടിന് ഫ്രണ്ടിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് സ്റ്റാഫുകളൊക്കെ അതിലിരുന്ന് മദ്യപിച്ചിട്ടാണല്ലോ വീട്ടിലേക്ക് പോകുന്നതും. പോകുവാനായി ഇറങ്ങുന്ന പ്രതീഷും തെരേസയും ആ വണ്ടിക്കുള്ളിൽ ആരോ ഇരിക്കുന്നത് കാണുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ ഇന്നത്തേക്ക് മാറ്റിവെക്കാമെന്നും അവൻ തീരുമാനിച്ച് തെരേസയും കൂട്ടി വീട്ടിലേക്ക് പോകും. അപ്പോഴും തെരേസ ചോദിക്കുന്നുണ്ട്, വേണോ ഇതൊക്കെ, നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പ്രതീഷ് പറയുന്നുണ്ട്, ഇത് നമ്മൾ വേണ്ടെന്ന് വെക്കാനോ പറ്റില്ല, എന്തായാലും ഇത് ചെയ്യണമെന്നും അവൻ പറയുന്നു. അടുത്ത ദിവസം ഇവരുടെ പ്ലാൻ നടപ്പിലാക്കാമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം എത്തി. അന്നേ ദിവസം രാത്രി ആ ബസ്സിലേക്ക് നോക്കി നിൽക്കുകയാണ് പ്രതീഷ്. ബസ്സിലുള്ളവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ പോകാമെന്നും പ്രതീഷ് തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തി പ്രതീഷ് ആണെങ്കിൽ തെരേസയും കൂട്ടി കാടിനുള്ളിലേക്ക് പോയി. ആ ഒരു ആറിനടുത്തെത്തി. എന്നിട്ട് ആഴമൊക്കെ ചെക്ക് ചെയ്തില്ലേ, അതേ സ്ഥലത്ത് തെരേസയും കൂട്ടി ഇറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും മുങ്ങി കുളിക്കുകയാണ് ചെയ്യുന്നതും. ഒരു 3-4 തവണ മുങ്ങി നിവർന്നതിന് ശേഷം രണ്ടുപേരും കരയിലേക്ക് വന്നു. എന്നിട്ട് പ്രതീഷ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് കരിയിലെല്ലാം നിരത്തിയിട്ടല്ലോ, ആ സ്ഥലത്തേക്ക് തെരേസയും കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. അത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും, അവർക്ക് ആരെ പേടിക്കാനാ? എന്നിട്ട് എന്തിനായിരിക്കും ഇവർ രണ്ടുപേരും അർദ്ധരാത്രി, അതും നാട്ടിലുള്ള എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രണ്ടാളും ഈ ഒരു കൊടുങ്കാട്ടിൽ ആറിനടുത്ത് വന്ന് ആറിൽ മുങ്ങിക്കുളിച്ചിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നത് എന്തെന്ന് തോന്നുമല്ലോ. അതെന്തിനാണെന്ന് ഇതുവരെയും നമ്മളോട് പറയുന്നില്ല. ഈ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ആറെവിടെയാണെന്നൊക്കെ എല്ലാവരോടും പ്രതീക്ഷ തിരക്കി നടന്നതും. അടുത്ത ദിവസം എന്നത്തെയും പോലെ തന്നെ പ്രകാശിനൊപ്പം പ്രതീക്ഷ ജോലിക്ക് പോകും. പ്രകാശിനോട് സംസാരിച്ചു കൊണ്ടിരിക്കവെ തന്നെ പ്രതീഷ് ആണെങ്കിൽ തന്റെ ജീവിതകഥ പ്രകാശിനോട് പറയുന്നു. ഈ പ്രതീഷും തെരേസയും പ്രണയത്തിലായിരുന്നു. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല എതിരായിരുന്നു. കാരണം പ്രതീഷ് ആണെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്. പ്രതീഷിന്റെ വീട്ടില് തെരേസയുടെ ജാതിയായിരുന്നു പ്രശ്നം. എന്നാൽ തെരേസയുടെ വീട്ടിലാണെങ്കിലോ പ്രതീഷിന്റെ വീട്ടിൽ കാശില്ല എന്നതായിരുന്നു പ്രശ്നം. അതിനെ എല്ലാം മറികടന്ന് രണ്ടുപേരും ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചു. പ്രതീഷിന് സിനിമാ സെറ്റിലായിരുന്നു ജോലി. ഫുൾ ടൈം ഇവന് വർക്കുള്ളതിനാൽ തെരേസ ആ സമയമെല്ലാം ഒറ്റയ്ക്കിരിക്കേണ്ടി വരുമല്ലോ. ആ ഒരു കാരണം കൊണ്ടാണ് പ്രതീഷ് ആ ഒരു ജോലി ഉപേക്ഷിച്ചതെന്നും തന്റെ ഭാര്യയും കുട്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നും പ്രകാശിനോട് പറയുന്നു. തെരേസ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയമെല്ലാം ബ്ലൂടൂത്ത് സ്പീക്കർ വഴി ഇംഗ്ലീഷ് പാട്ടുകളാണ് കേൾക്കുന്നതും. താഴെ ഇരുന്ന് ക്യാരംസ് കളിക്കുന്ന പയ്യന്മാരെല്ലാം ആ വീട്ടിൽ നിന്നും എപ്പോഴും ഇംഗ്ലീഷ് പാട്ടാണല്ലോ കേൾക്കുന്നത് എന്നൊക്കെ പറയുന്നു. മാത്രമല്ല അവർ പറയുന്നുണ്ട്, ചിലപ്പോൾ വെസ്റ്റേൺ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കാം എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു. അന്നേ ദിവസം രാത്രിയും തെരേസയും പ്രതീഷും കൂടി ആ ഒരു ആറിന് തീരത്ത് പോയി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. അതേ സമയം തന്നെയായിരുന്നു പ്രകാശ് ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വന്നതും. വാതിൽ കൊട്ടിയിട്ടൊന്നും ആരും തുറക്കുന്നതേയില്ല. നോക്കിയപ്പോൾ അത് ലോക്ക് ചെയ്തിരിക്കുന്നു. ഉടനെ തന്നെ പ്രകാശ് ഇവരെവിടെ പോയതാ എന്ന് ചിന്തിച്ച് പ്രതീഷിനെ ഫോൺ വിളിക്കും. അപ്പോൾ പ്രതീഷ് പറയുന്നത്, ഞാൻ ദേ വീട്ടിലുണ്ടല്ലോ, റൂമിൽ കിടന്നുറങ്ങുകയാണെന്ന് പറയുന്നു. ആ, ഞാൻ നിന്റെ വീടിന് മുന്നിൽ നിൽക്കുകയാ, ഞാൻ നിനക്കും കൂടി ആഹാരം വാങ്ങി അത് തരുവാനാ വന്നതെന്ന് പറയുമ്പോൾ, ചേട്ടാ ഞാൻ അവിടെ ഇല്ല കേട്ടോ, ആ ആറിനടുത്താണ്, എന്റെ ഭാര്യയ്ക്ക് ആറ് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. അത് കേട്ട് പ്രകാശ് പറയുന്നത്, ഈ രാത്രി സമയത്തോ, അവിടെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാ, എത്രയും വേഗം തിരിച്ചു വാ, നിനക്ക് ഞാൻ വാങ്ങിയ ആഹാരം ദേ ഇവിടെ കസേരയുടെ അടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡും അവിടെ വെച്ചിട്ട് പ്രകാശ് അവിടെ നിന്ന് പോകുന്നു. എന്നത്തെയും പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് പ്രതീഷ് വീട്ടിലേക്ക് എത്തി. അന്ന് രാത്രിയും തെരേസയും കൂട്ടി കാടിനുള്ളിലേക്ക് കലാപരിപാടിക്കായി പോവുകയാണ്. പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഉറങ്ങിയെന്നും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ പോകുന്നതും. എന്നാൽ ആ ബസ്സിനുള്ളിലെ ക്ലീനർ ആണെങ്കിൽ മദ്യപിച്ചിട്ട് അതിനുള്ളിൽ കിടക്കുകയാണ്. പക്ഷെ അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവൻ നോക്കുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്ത് പ്രതീഷും തെരേസയും കാടിനുള്ളിലേക്ക് പോകുന്നതും അവൻ കാണുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ പനിച്ച് വിറച്ചു കിടക്കുന്ന തെരേസയ്ക്ക് ആവിയൊക്കെ ഇട്ടുകൊടുക്കുകയാണ് പ്രതീഷ്. അവൾക്ക് ഒട്ടും വയ്യ. അന്നേ ദിവസം രാത്രി വീണ്ടും ആ ബസ്സിലിരുന്ന് എല്ലാവരും കൂടി മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലീനർ പറയും, ഞാനൊരു കാഴ്ച കണ്ടു, അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. അത് കേട്ട് ബാക്കിയുള്ളവർ പറയും, ആദ്യം നീ കാര്യം എന്താണെന്ന് പറ, എന്നിട്ട് അത് കേട്ടിട്ട് വിശ്വസിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാമല്ലോ. അപ്പോൾ ക്ലീനർ പറയും, നമ്മുടെ ഈ നാട്ടില് പുതുതായിട്ട് വന്ന ആ ഒരു കപ്പിൾസ് ഉണ്ടല്ലോ, എപ്പോഴും വെസ്റ്റേൺ പാട്ടൊക്കെ വെച്ച് കേൾക്കുന്ന, അവർ രണ്ടുപേരും ഇന്നലെ രാത്രി ദേ ഈ റോഡ് ക്രോസ് ചെയ്ത് കാടിനുള്ളിലേക്ക് പോയി അവിടെ വെച്ച് പരിപാടി നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൻ കണ്ട കാഴ്ചയെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. എന്നാൽ അവരാരും വിശ്വസിക്കുവാനായും കൂട്ടാക്കിയില്ല. അവരെന്തിനാ കാടിനുള്ളിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യണമെന്നായിരുന്നു അവരുടെ ചോദ്യവും. ഇതാ ഞാൻ ആദ്യം പറഞ്ഞേ, ഞാൻ പറയുന്ന
കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയും. അത് കേട്ട് ബാക്കിയുള്ളവർ പറയുന്നത്, എന്നാൽ ശരി, അടുത്ത ദിവസവും ഇവർ പോകുന്ന സമയമാകുമ്പോൾ നീ ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോ, ഞങ്ങളും ഒന്ന് കാണട്ടെ എന്ന് അവർ പറയുന്നു. അതിന് ക്ലീനർ സമ്മതിക്കുകയും ചെയ്തു. അതേ സമയം തന്നെ പ്രതീഷ് ആണെങ്കിൽ ആ ബസ്സിനടുത്തേക്ക് വന്നിട്ട്, ചേട്ടാ ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമോ? എന്റെ വൈഫിന് ഒട്ടും വയ്യ, പനിയ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞു. അങ്ങനെ ആ ബസ്സുകാരാണെങ്കിൽ ഒരു ഓട്ടോ റെഡിയാക്കി കൊടുത്തു. പ്രതീഷ് തെരേസയും കൂട്ടി ഹോസ്പിറ്റലിലേക്കും പോകും. അപ്പോൾ ആ ക്ലീനർ പറയുന്നത്, അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ, അവൾക്ക് പനിയാണെന്നാ തോന്നേ, ഇന്ന് പരിപാടി കാണാൻ നടക്കത്തില്ല, അവൾക്ക് പനിയൊക്കെ മാറട്ടെ, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാമെന്നും ക്ലീനർ പറയുന്നു. അവരെല്ലാവരും അത് പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്യുന്നതും. ദിവസങ്ങൾ കഴിയുന്തോറും തെരേസയുടെ അസുഖം മാറിക്കൊണ്ടേയിരുന്നു. തെരേസയ്ക്ക് വയ്യാത്തതിനാൽ പ്രതീഷ് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് പ്രകാശായിരുന്നു. അങ്ങനെ തെരേസയുടെ പനിയൊക്കെ മാറിയ ഒരു ദിവസം രാത്രി രണ്ടുപേരും എന്നത്തെയും പോലെ കാടിനുള്ളിലേക്ക് പോയി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായും തീരുമാനിച്ചു. എല്ലാവരും ഉറങ്ങി അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് രണ്ടാളും കാട്ടിലേക്ക് പോകും. എന്നാൽ ആ ബസ്സിലുള്ള ആ ക്ലീനറും അവന്റെ കൂട്ടാളികളും ഉണ്ടല്ലോ, അവരാ ബസ്സിൽ ഒളിച്ചിരിക്കുകയാണ്. രണ്ടാളും കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവരെ ഫോളോ ചെയ്ത് ഈ ക്ലീനറും കൂട്ടാളികളും ഉണ്ടായിരുന്നു. പ്രതീഷും തെരേസയും ആറിൽ മുങ്ങിക്കുളിച്ച് കരയിൽ വന്നിരുന്ന് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. ഇത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ വീഡിയോ പിടിക്കുകയാണ്. അത് കാണുന്ന മറ്റൊരാളാണെങ്കിൽ ഞാനും കൂടെ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അതിന്റെ ക്ലിക്ക് സൗണ്ട് ആ കാടിനുള്ളിൽ ആകെ മുഴങ്ങിക്കേട്ടു. അപ്പോൾ പ്രതീഷിനും തെരേസയ്ക്കും അവിടെ ആരോ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കി അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ ക്ലീനറും കൂട്ടാളികളും അവരെ രണ്ടാളെയും പിടികൂടുകയാണ്. എന്നിട്ട് പ്രതീഷിനെ അവിടെ ഇട്ട് ഒരുപാട് തല്ലും. അപ്പോൾ പ്രതീഷ് പറയുന്നുണ്ട്, ഇതെന്റെ വൈഫാ, ഞങ്ങളെ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ, വെറുതെ വിടാനോ, നാട് വിട്ട് മറ്റൊരു നാട്ടിൽ വന്ന് ഇവിടെയുള്ളവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് തല്ലുന്നതും. എന്നിട്ട് അവരെ അവിടെ നിന്നും അടിച്ചു ഓടിക്കുകയാണ്. ബെഡ്ഷീറ്റും ദേഹത്തും ഓടിക്കൊണ്ടാണ് രണ്ടുപേരും അവിടെ നിന്ന് ഓടുന്നതും. വീട്ടിലേക്ക് എത്തിയ തെരേസയാണെങ്കിൽ മാനമേ പോയെന്ന് പറഞ്ഞ് ഒരുപാട് കരയും. പ്രതീഷും കരയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ ക്ലീനറും കൂട്ടാളികളും അവരുടെ കൈവശമുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതെല്ലാവരുടെ കൈവശവും എത്തിക്കുകയാണ്. എല്ലാവരും ആ വീഡിയോ കാണുന്നുണ്ട്. റൂമിൽ നിന്നും പുറത്തു പോലും ഇറങ്ങാതെ ഇരുന്ന് കരയുകയാണ് തെരേസ. എന്നാൽ പ്രതീഷ് പറയുന്നത്, ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ ശരിയാകുമോ, ആഹാരം വല്ലതും കഴിക്കണ്ടേ, ഞാൻ എന്തെങ്കിലും പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ താഴെ ഇറങ്ങി ആഹാരം വാങ്ങുവാനായിട്ട് ഹോട്ടലിലേക്ക് കയറും. എന്നാൽ ആ ഹോട്ടലിലുള്ളവരും താഴേക്ക് അരംസ് കളിക്കുന്നവരും എല്ലാവരും പ്രതീഷിനെ വല്ലാത്ത രീതിയിൽ നോക്കുന്നു. അത് കാണുന്ന പ്രതീഷിന് എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്നുള്ള കാര്യം അവനും മനസ്സിലായി. അവനാണെങ്കിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയാണ് അവിടെ നിൽക്കുന്നതും. ആഹാരം വാങ്ങാതെ പോകുവാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ആഹാരം വാങ്ങിയിട്ട് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോകുന്ന സമയത്ത് ക്യാരംസ് കളിക്കുന്ന അതിലെ പയ്യന്മാരൊക്കെ പറയുകയാണ്, ഇവനെ കാണുമ്പോഴേ രണ്ടടി കൊടുക്കുവാൻ തോന്നുന്നു, ഞാൻ രണ്ടു പോയി പൊട്ടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടെയുള്ളവരും വേണ്ടടാ വിട്ടേരെ എന്നൊക്കെയാണ് പറയുന്നത്. മുകളിലേക്ക് കയറുവെന്ന പ്രതീക്ഷാണെങ്കിൽ അവിടുത്തെ ഭിത്തിയിൽ ചാരി നിന്ന് ഉറക്കെ കരയും. അകത്തേക്ക് കയറിയിട്ട് തെരേസയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവളും കിടന്ന് കരയുകയാണ്. അങ്ങനെ ഈ ഒരു വിഷയം പ്രസാദിന്റെ ചെവിയിലുമെത്തി. പ്രസാദ് ഉടനെ തന്നെ സന്തോഷിനെ വിളിച്ചിട്ട്, ഇവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്, നീ എത്രയും വേഗം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷ് നാട്ടിലേക്ക് വരികയാണ്. സന്തോഷിനോട് നടന്ന കാര്യമെല്ലാം പ്രകാശ് പറയും. കൂടെ ആ ഒരു ബ്രോക്കറും ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രകാശ് പറയുന്നത്, എനിക്കവന്റെ മുഖത്ത് നോക്കാനും വയ്യ, ആകെ നാണക്കേട്, ഇവരെ എങ്ങനെയാ ഇനി ആ ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നത് എന്നൊക്കെ ബ്രോക്കറും പറയുന്നു. അത് കേട്ട് സന്തോഷ് പറയും, ഇവർ രണ്ടുപേരും എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം നിങ്ങളോട് ആരോടും തുറന്നു പറയാതെ കൊണ്ടുവന്നത് എന്റെ മിസ്റ്റേക്കാണ് എന്ന് പറയുമ്പോൾ പ്രകാശ് ചോദിക്കുന്നുണ്ട്, ഇവർ ഇവിടേക്ക് വന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും ജീവിതത്തിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം സന്തോഷ് തുറന്നു പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സന്തോഷിനൊപ്പം ടെക്നീഷ്യനായിട്ടായിരുന്നു പ്രതീഷും ജോലി ചെയ്തിരുന്നത്. ഇവരെല്ലാവരും ചേർന്ന് ഒരു റൂം എടുത്ത് അവിടെ താമസിച്ചുകൊണ്ടാണ് ജോലിക്ക് പോകുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന റൂമിനകത്ത് നിന്നും ഒരു നായയുടെ കുര കേൾക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ ഏതോ നല്ല ഇനം നായയാണ്. അതിനെ കണ്ടതും പ്രതീഷിന് ഒരുപാട് ഇഷ്ടമായി. പ്രതീഷ് ആണെങ്കിൽ ആ നായയെ എടുത്ത് തന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. അത് കാണുന്ന സന്തോഷ് പറയുന്നത്, ഇതേതോ കൂടിയ ഇനത്തിലുള്ളതാ, ഇതിനെ വളർത്തണമെങ്കിൽ നല്ല കാശിറക്കേണ്ടി വരും, അല്ലാതെ നമ്മുടെ ഫുഡൊന്നും അത് കഴിക്കാൻ പോകുന്നില്ല എന്നൊക്കെ സന്തോഷ് പറയുമ്പോഴും അതൊന്നും സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ നോക്കിക്കൊള്ളാം എന്നും പ്രതീഷ് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നമ്മുടെ നായികയെ തെരേസയെ കാണിക്കുകയാണ്.
തെരേസയാണെങ്കിൽ കുറച്ച് കാശുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അവൾ ഇപ്പോൾ അവളുടെ അങ്കിളിനൊപ്പമാണുള്ളത്. എന്നാൽ അവളാണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലാണ്. അവൾ വളർത്തിയിരുന്ന വളർത്തുനായയെ കാണാനില്ല. അതിന്റെ പേര് ഓറിയോ. ആ നായയാണ് നമ്മുടെ നായകനായ പ്രതീഷിന്റെ കൈവശമുള്ളത്. തെരേസ അവളുടെ അങ്കിളിനോട് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് എന്റെ നായ്ക്കുട്ടിയെ കിട്ടണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആഹാരം പോലും കഴിക്കത്തില്ല. അങ്കിൾ പറയുന്നുണ്ട്, ഞാൻ എത്രയും വേഗം കണ്ടെത്തി തരാൻ നോക്കാമെന്ന് പറയുമ്പോൾ, ഇല്ല, ഇനി അതിനെ കണ്ടുപിടിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അതിനെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ആഹാരം കഴിക്കൂ എന്ന വാശിയിലിരിക്കുകയാണ് തെരേസയും. എന്നിട്ട് തെരേസയാണെങ്കിൽ തന്റെ നായ്ക്കുട്ടിയെ കാണാനില്ല എന്നൊരു പോസ്റ്റർ അടിച്ചിറക്കും. അതിന്റെ പേര് ഓറിയോ എന്നാണല്ലോ. അങ്ങനെ പോസ്റ്റർ ആണെങ്കിൽ അവിടെ മാകെ ഒട്ടിക്കുന്നു. സിറ്റിയിലേക്ക് പോയ പ്രതീഷിന്റെ കൂട്ടുകാരനാണെങ്കിൽ ആ ഒരു പോസ്റ്റർ കാണുകയും അത് ഇളക്കിക്കൊണ്ടുവന്ന് പ്രതീഷിന് കൊടുക്കുകയും ചെയ്തു. അതിലൊരു നമ്പരും കൊടുത്തിട്ടുണ്ട്. നായ്ക്കുട്ടിയെ കണ്ടു കിട്ടുന്നവർ ഈ നമ്പറിൽ അറിയിക്കുന്നവർക്ക് പാരിതോഷികം ഉണ്ടായിരിക്കുന്നതാണ് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രതീഷ് ആണെങ്കിൽ നമ്പറിൽ വിളിച്ചറിയിക്കും. തന്റെ നായ്ക്കുട്ടി പ്രതീഷിന്റെ കൈവശമുണ്ട് എന്നറിഞ്ഞ തെരേസയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഉടനെ തന്നെ തെരേസ ഓറിയോയെ കൊണ്ടുപോകുവാനായിട്ട് പ്രതീഷിനടുത്തെത്തി. എന്നിട്ട് നായ്ക്കുട്ടിയെ വാങ്ങിയിട്ട് കാശ് കൊടുക്കുമ്പോൾ, കാശൊന്നും വേണ്ട, 3-4 ദിവസം ഇവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നതല്ലേ, അതിന്റെ ഒരു ചെറിയ വിഷമമേ എനിക്കുള്ളൂ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഓറിയോയെ അവളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ തെരേസ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ഓറിയോയെ നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തോന്നുന്നു അപ്പോഴെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓറിയോയെ പറ്റിയുള്ള അപ്ഡേറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നും അവൾ പറയുന്നു. പ്രതീഷിനും ഒരുപാട് സന്തോഷമായി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഈ ഓറിയോയുടെ കാര്യം പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുകയും ഫോൺ വിളിക്കുകയും പല സമയത്തായിട്ട് ഓറിയോയും കൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്ത് ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ പ്രണയം വളരുകയാണ്. തെരേസയും പ്രതീഷും പ്രണയിക്കുവാനായി ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തെരേസയാണെങ്കിൽ തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രതീഷിനോട് പറഞ്ഞു. തെരേസയുടെ കുഞ്ഞിലെ അവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛനാണെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചു. എന്നാൽ ആ സ്ത്രീയോടൊപ്പം ജീവിക്കുവാനായിട്ട് തെരേസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ അങ്കിളിനും ആന്റിക്കും ഒപ്പമാണ് ജീവിക്കുന്നത്. എന്നിട്ട് തെരേസ പ്രതീഷിനോട് പറയും, എനിക്ക് കുഞ്ഞുനാളിലെ സ്നേഹം കിട്ടിയിട്ടില്ല, നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്രയും സ്നേഹം കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുകയാണ്. അതേസമയം തന്നെ അവളും പ്രതീഷും കടൽ വക്കത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവളുടെ അങ്കിള് കാണുന്നു. വീട്ടിലെത്തി തെരേസയോട്, നീ ഇന്നൊരു പയ്യനൊപ്പം ഇരുന്ന് സംസാരിച്ചല്ലോ, അവൻ ആരാന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടാണെന്ന് തെരേസ പറഞ്ഞു. എന്നാൽ ആന്റി ചോദിക്കുന്നത്, നിന്റെ ഫ്രണ്ട്സിനെ എല്ലാം എനിക്കറിയാം, ഞാൻ അറിയാത്തൊരു പുതിയ ഫ്രണ്ട് ഏതാന്ന് ചോദിക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം അവൾ തുറന്നു പറഞ്ഞു. അങ്ങനെ ആ കാര്യം തെരേസയുടെ അച്ഛൻ അറിയുകയാണ്. പക്ഷെ ആ ഒരു റിലേഷനിൽ തെരേസയുടെ അച്ഛന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഇനി നാട്ടിൽ നിൽക്കണ്ട, എന്നോടൊപ്പം വിദേശത്തേക്ക് വരുവാനായിട്ടും തെരേസയോട് പറഞ്ഞു. അപ്പോൾ തെരേസ ചിന്തിക്കും, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് അച്ഛനൊപ്പം വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും എന്റെ രണ്ടാനമ്മ കാണും, രണ്ടാനമ്മയുടെയും അച്ഛന്റെയും കൺട്രോളിലാകും പിന്നെ എന്റെ ജീവിതം എന്ന് ചിന്തിച്ച് അവളാണെങ്കിൽ അന്നേ ദിവസം രാത്രി തന്നെ അവിടെ നിന്ന് സാധനങ്ങളും എടുത്ത് വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. അവൾക്ക് ആകെ വിഷമം അവൾ ആശിച്ചു വളർത്തിയ അവളുടെ നായ്ക്കുട്ടിയെ വിട്ടിട്ട് പോകുന്നത് തന്നെയായിരുന്നു. എന്നാലും അവൾ ചിന്തിക്കുന്നത്, വീട്ടുകാരേക്കാൾ സ്നേഹം എനിക്ക് പ്രതീക്ഷയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അത് മതി എന്ന് ചിന്തിച്ചാണ് അവൾ പോകുന്നത്. അങ്ങനെ രണ്ടുപേരും രജിസ്റ്റർ മാരേജും ചെയ്തു. മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രതീഷ് ആണെങ്കിൽ തന്റെ വീട്ടിലേക്ക് തെരേസയും കൂട്ടിവരും. പക്ഷേ പ്രതീഷിന്റെ അമ്മ ആകെ പ്രശ്നം. ക്രിസ്ത്യാനിയായിട്ടുള്ള പെണ്ണിനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുവാനായി പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ വല്ലാതെ പ്രശ്നമുണ്ടാക്കിയതിനാൽ പ്രതീഷ് തെരേസയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോകും. കൂട്ടിന് എല്ലാത്തിനും സന്തോഷുണ്ടായിരുന്നു. സന്തോഷ് പറയുന്നത്, ഞാൻ എന്റെ വീട്ടിൽ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ പ്രതീഷ് പറയുന്നത്, വേണ്ട, ഇനി ഞങ്ങളുടെ കാര്യം നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് കൂടി നാണക്കേടാ, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു ലോഡ്ജിൽ റൂം എടുത്ത് കുറച്ചു നാളത്തേക്ക് അവിടെ നിൽക്കാമെന്നും പറഞ്ഞ് തെരേസയും കൂട്ടി ഒരു ലോഡ്ജിലേക്കാണ് പോകുന്നതും. രണ്ടുപേരും അവിടെ സംസാരിച്ചിരിക്കുകയാണ്. തെരേസയ്ക്കാണെങ്കിൽ നല്ല വിഷമം. അതേസമയം തെരേസയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അവൾ എടുത്തു നോക്കുന്ന സമയത്ത് കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. അവൾ ആശിച്ചു വളർത്തിയ അവളുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടി ഓറിയോ, അതിനെ അവളുടെ അച്ഛൻ കൊന്നിരിക്കുന്നു. എന്നിട്ട് ഒരു വോയിസ് മെസ്സേജുമുണ്ട്, ദേ നിന്റെ നായ്ക്കുട്ടിയുടെ അവസ്ഥ ഇതാ, നീ ഇനി ഈ വീട്ടിലേക്ക് വന്നാൽ നിന്റെ അവസ്ഥയും ഇതായിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു ആ ഒരു മെസ്സേജ്. തന്റെ നായ്ക്കുട്ടി മരിച്ചു കിടക്കുന്ന ആ ഒരു ഫോട്ടോ കണ്ട് തെരേസയ്ക്ക് സഹിക്കാനാകാതെ അവൾ പൊട്ടിക്കരയും. അടുത്ത ദിവസം പ്രതീഷിനെ കാണുവാനായിട്ട് പ്രതീഷിന്റെ അച്ഛൻ ലോഡ്ജിലേക്ക് വന്നു. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നത്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയുടെ ദേഷ്യമൊക്കെ മാറും, ഒരു കുഞ്ഞു വന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നം എന്നൊക്കെ അച്ഛൻ ഉപദേശിക്കും. എന്നിട്ട് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ പ്രതീഷിനെ മാറ്റി നിർത്തിയിട്ട്, എടാ, നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണ അവളെ നീ നന്നായി നോക്കണം, ഒരിക്കലും അവളെ കൈവിടരുതെന്നും പ്രതീഷിനോട് അച്ഛൻ പറഞ്ഞിട്ടാണ് പോകുന്നതും. അതിനുശേഷം പ്രതീഷും തെരേസയും നേരെ ചെന്നൈയിലേക്ക് വന്നു. അവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അവർ സന്തോഷമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർ കുഞ്ഞിനായിട്ട് ട്രൈ ചെയ്തെങ്കിലും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതേയില്ല.
ആ ഒരു വിഷമം രണ്ടാൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതറിയുന്ന സന്തോഷ് പറയുന്നത്, എടാ ഇങ്ങനെ ഇരിക്കാതെ നീ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വഴി തെളിയുമെന്നും സന്തോഷ് പറഞ്ഞു. അങ്ങനെ പ്രതീഷ് തെരേസയും കൂട്ടി ഹോസ്പിറ്റലിലേക്കും എത്തി. പക്ഷെ ആ ഒരു ഡോക്ടറിന്റെ പെരുമാറ്റം അവർക്കത്ര ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല. എല്ലാത്തിനും ദേഷ്യമായിരുന്നു ആ ഒരു ഡോക്ടറിന്. അതിനാൽ മറ്റൊരു ഡോക്ടറിനെ കാണിക്കുവാനായും എത്തി. അപ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്നത്, നിങ്ങളുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇനി IVF ഉള്ളു വഴി എന്നും പറയുന്നു. പ്രതീഷിനാണെങ്കിൽ ആകെ ടെൻഷൻ. കാരണം IVF ചെയ്യുന്നതിന് ഒരുപാട് കാശാകുമല്ലോ. തിരിച്ച് വീട്ടിലേക്ക് എത്തിയ പ്രതീഷിനെ അച്ഛൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നു. എന്നിട്ട് അച്ഛൻ പറയുന്നത്, നിന്റെ ചേട്ടനെ ഇത്രയും വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ആയില്ല. 7 വർഷമായില്ലേ കല്യാണം കഴിച്ചിട്ട്. ആ കാര്യത്തിൽ അമ്മ അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഡോക്ടറിനെ കാണിക്കുവാനായിട്ട് പറഞ്ഞിട്ടും അവൻ അതിനൊന്നും കേൾക്കുന്നില്ല. നിന്റെ അമ്മ ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ചേട്ടനാണെങ്കിൽ അതിന് ശ്രമിക്കുന്നതുമില്ല. നീ എത്രയും വേഗം ഒരു കുഞ്ഞാക്കുവാനായിട്ട് നോക്കുവാനായും അച്ഛൻ പറയുന്നു. അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രതീഷിന് മനസ്സിലായി. കാരണം ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ചേട്ടന് കുഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും അമ്മ ഒരു എതിർപ്പും കൂടാതെ ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കും എന്നൊരു ചിന്ത പ്രതീഷിനുണ്ടായിരുന്നു. അത് തന്നെയാണ് അച്ഛനും ഉദ്ദേശിച്ചത്. എന്നാൽ കുഞ്ഞ് ജനിക്കാത്ത കാര്യം ആ ഒരു വിഷമം അച്ഛനോട് പറയുന്നു. എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല. ഡോക്ടർ പറയുന്നത് IVF ആണ് ഇനി ഏക വഴിയെന്ന. IVF ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് കാശാകുമെന്നും അവൻ അച്ഛനോട് പറയുന്നു. അത് കേട്ട് അച്ഛൻ പറയുന്നത്, വയനാട്ടിൽ ഒരു വൈദ്യനുണ്ട്. ആ വൈദ്യരടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അച്ഛൻ പറഞ്ഞതിനാൽ അവർ രണ്ടുപേരും വയനാട്ടേക്ക് തിരിക്കും. വൈദ്യരെ കാണുന്ന സമയത്ത് വൈദ്യർ പറയുന്നത്, ഡോക്ടർ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരത്തിലെ താപനില കൂടുതലായതിനാലാണ് നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കാത്തതെന്നല്ലേ? അത് ശരിയാ. നിങ്ങളുടെ രണ്ടുപേരുടെയും ശരീര താപനില നല്ല കൂടുതലാ. അതുകൊണ്ട് നിങ്ങൾ നല്ല തണുപ്പായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കണം. അതെങ്ങനെയെന്നാൽ AC ഉള്ള സ്ഥലത്ത് ജീവിക്കലല്ല, പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന ആ ഒരു തണുപ്പ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ജീവിച്ചിട്ട് അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടണമെന്ന് പറയും. എന്നിട്ട് വൈദ്യർ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ സമയം നിങ്ങൾ ഒരു അരുവിയിൽ പോയിട്ട് മുങ്ങിക്കുളിക്കണം. എന്നിട്ട് അതിന്റെ കരയിൽ വെച്ച് തന്നെ നിങ്ങൾ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടണം. എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായും കുഞ്ഞു ജനിക്കുമെന്നും വൈദ്യർ പറഞ്ഞു. അത് കേട്ടതും തെരേസയ്ക്ക് എന്തോ പോലെ തോന്നുന്നു. തെരേസയാണെങ്കിൽ പ്രതീഷിനോട് പറയും, ഇതൊക്കെ എങ്ങനെ നടക്കാനാ, നമുക്ക് വേറെ വല്ല വഴിയും നോക്കാമെന്ന് പറയുമ്പോൾ, ഈ വൈദ്യനെ നല്ല ഫേമസ് ആയിട്ടുള്ള വൈദ്യനാ. ഈ വൈദ്യനടുത്ത് വന്നിട്ട് പോയവർക്ക് എല്ലാവർക്കുമുള്ള കാര്യം നന്നായിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ നമുക്കും കുഞ്ഞു ജനിക്കും. നമ്മളെയും വീട്ടിലുള്ളവർ അംഗീകരിക്കും. അതുകൊണ്ട് നമുക്ക് വൈദ്യർ പറഞ്ഞു തന്നെ ചെയ്യാം. ഞാൻ സന്തോഷിനോട് ഈ കാര്യമൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം സന്തോഷിനെ കണ്ട് പ്രതീഷാണെങ്കിൽ കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ആൾവാസമൊന്നും അധികമില്ലാത്ത ആ ഒരു നാട്ടിലേക്ക് സന്തോഷ് അവരെ കൊണ്ടുവന്നതും. ആരോടും ഈ ഒരു കാര്യം തുറന്നു പറയണ്ട, ആരെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തെരേസയ്ക്ക് ഇത് ആകെ നാണക്കേടാകുമെന്ന് പ്രതീക്ഷ പറഞ്ഞതിനാലാണ് സന്തോഷ് മറ്റാരോടും ഈ കാര്യം പറയാത്തതെന്നുള്ളത് തുറന്നു പറയുകയാണ്. അതെല്ലാം കേട്ട് ബ്രോക്കറിനും പ്രകാശിനും ആകെ സങ്കടം. ഇത്രയും പ്രശ്നങ്ങളോടെയാണല്ലോ അവർ ഈ നാട്ടിലേക്ക് വന്നിട്ട്. എന്നിട്ട് ദേ അവരുടെ വീഡിയോ എടുത്തിട്ട് നാടാകെ വൈറലാക്കിയിരിക്കുന്നു. ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന ദേഷ്യത്തിൽ ഉടനെ തന്നെ പ്രകാശും സന്തോഷും ആ ഒരു ബ്രോക്കറും കൂടി ക്ലീനറിനും കൂട്ടർക്കും അടുത്തെത്തി. എന്നിട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് തുറന്നു പറയുന്നു. സത്യമെല്ലാം മനസ്സിലാക്കി ക്ലീനർക്കും കൂട്ടർക്കും ആകെ സങ്കടം. അയ്യോ, ഇത്തരം പ്രശ്നത്തോടുകൂടി വന്നവരെയാണല്ലോ നമ്മൾ ഇങ്ങനെ ദ്രോഹിച്ചത് എന്ന് ചിന്തിച്ച് ആർക്കൊക്കെ അവർ വീഡിയോ അയച്ചു കൊടുത്തോ അവരെ എല്ലാവരെയും ഫോൺ വിളിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കുവാനായും പറയുന്നു. എന്നാൽ അവരുടെ കൈവിട്ടു പോയിരുന്നു കാര്യം. എന്തെന്നാൽ അയച്ചു കൊടുത്ത എല്ലാവരും അവർക്കുള്ള ഗ്രൂപ്പുകളിലൊക്കെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. നാടാകെ വ്യാപിച്ചു. എല്ലായിടത്തും വൈറലായി വീഡിയോ. എന്ത് ചെയ്യണമെന്നറിയാതെ ക്ലീനറും കൂട്ടരും നിൽക്കുകയാണ്. അവർക്ക് ആകെ കുറ്റബോധം. എന്നാൽ ഈ പ്രതീഷും തെരേസയും പുറത്തിറങ്ങാതെ കഥകടച്ചിരിക്കുകയാണല്ലോ. അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് സന്തോഷിനും പ്രകാശിനും അറിയാവുന്നതിനാൽ ഉടനെ തന്നെ പ്രകാശും സന്തോഷും ബ്രോക്കറും കൂടി അവരെ കാണുവാനായിട്ട് വീട്ടിലേക്കെത്തി. പക്ഷെ വീട് പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എത്ര വിളിച്ചിട്ടും തുറക്കുന്നതേയില്ല. ഇവരെവിടെ പോയി കാണുമെന്ന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പ്രകാശും സന്തോഷും. അടുത്ത ദിവസം തന്നെ പ്രകാശിനൊരു കോൾ വരും. അത് കേട്ട് ഞെട്ടിയ പ്രകാശാണെങ്കിൽ സന്തോഷിനെയും കൂട്ടി വിളിച്ചാൽ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ആ ഒരു ക്ലീനറും കൂട്ടരുമുണ്ടല്ലോ തല കുനിച്ച് നിൽക്കുകയാണ്. ആ ഒരു ആറിനടുത്താണ് അവർ നിൽക്കുന്നതും. ചെന്ന് നോക്കുമ്പോൾ സന്തോഷും പ്രകാശും കാണുന്ന കാഴ്ച പുഴയിൽ മരിച്ചു കിടക്കുന്ന പ്രതീഷിനെയും തെരേസയുമാണ്. അവർ രണ്ടുപേരും കൈ പരസ്പരം കോർത്തു പിടിച്ചിട്ട് കൈ വിട്ടുപോകാതിരിക്കാൻ അത് കൂട്ടിക്കെട്ടിയിരുന്നു. എന്നിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തതും. ആ ഒരു കാഴ്ച കണ്ട് സന്തോഷും പ്രകാശുമൊക്കെ പൊട്ടിക്കരയും. ഞങ്ങൾ കാരണമാണല്ലോ ഇങ്ങനെയൊന്ന് സംഭവിച്ചത് എന്നുള്ള കുറ്റബോധത്തിൽ തല കുനിച്ച് നിൽക്കുകയാണ് ക്ലീനറും കൂട്ടരും. രണ്ടുപേരുടെയും ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റും. അടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ എല്ലാ ഫലങ്ങളും ഉൾപ്പെടെ ന്യൂസ് പേപ്പറിൽ വാർത്ത വരികയാണ്. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു ദമ്പതിമാർ. രണ്ട് കൈയും കൂട്ടിക്കെട്ടിയ നിലയിലാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത്. അതിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു എന്നായിരുന്നു ആ വാർത്ത.
ആ വാർത്ത വായിച്ചതും ക്ലീനർക്കും കൂട്ടർക്കും ഹൃദയം തകർന്നു പോകുന്നു. അവർ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പ്രതീഷും തെരേസയും താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് നിറ കണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ് ആ ഒരു ക്ലീനറും കൂട്ടരും. സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു നേരം തോന്നിയ തോന്നലിൽ രണ്ടുപേരുടെ ജീവിതവും സ്വപ്നവുമാണല്ലോ എല്ലാവരും ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞത്. അതിനുശേഷം കാണിക്കുന്നത് ഏതാറിൽ മുങ്ങിക്കുളിച്ച് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടാലാണോ അവർക്ക് കുഞ്ഞ് ജനിക്കുമെന്ന് വൈദ്യൻ പറഞ്ഞു, അതേ ആറിൽ തന്നെയാണല്ലോ രണ്ടുപേരും ചാടി ആത്മഹത്യ ചെയ്തു കളഞ്ഞതും. അതേ ആറിന്റെ അടിത്തട്ടിലായിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള തെരേസ ഇരിക്കുന്നു, അതും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്. അവൾക്കടുത്തേക്ക് വരികയാണ് പ്രതീഷ്. എന്നിട്ട് തന്റെ പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫിനെ കെയർ ചെയ്യുന്ന പ്രതീഷിനെയും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.